നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന അവസ്ഥ മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കാലാനുസൃതമായ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റും. വിവിധ സമിതികൾ ചർച്ച നടത്തി ഇവിടെ സിലബസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആകുന്ന അവസ്ഥയുണ്ടെന്നും ഇതടക്കം മാറ്റുമെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ പൊട്ടൻഷ്യലുള്ള വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോകത്ത് ഏത് മേഖലയിൽ ചെന്നാലും മലയാളികളായിട്ടുള്ള യുവതി യുവാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, നല്ല രീതിയിൽ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത് ഇവിടെ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഇൻഡസ്ട്രി ഗ്യാപ്പുണ്ട്. നമുക്ക് ആ ഇൻഡസ്ട്രി ഗ്യാപ്പ് നമുക്ക് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോൾ MLA എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 10 വർഷം പല സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ നമ്മളോട് പറയുന്ന കാര്യം ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കേപ്പബിലിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ അതിന് ആവശ്യമായ പരിശീലനം ലഭിച്ച കുട്ടികളെ, ഉദ്യോഗാർത്ഥികളെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നതും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതും തമ്മിലുള്ള ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് പരമാവധി ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇന്ന് ലോകം മാറുക, നമ്മുടെ മൊബൈൽ ഫോണിലെ സോഫ്റ്റ്വെയർ മാറുന്നതിൻ്റെ വേഗത്തിലാണ് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം, നമ്മുടെ ഒരു അക്കാഡമിക് സിസ്റ്റം എന്ന് പറയുന്നത് അത് വളരെ റിജിഡാണ്. അതിന് മാറ്റങ്ങളും നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് ഒരു കമ്മിറ്റി ഒരു സിലബസ് മുന്നോട്ട് വെച്ചു. അത് വിവിധ കമ്മിറ്റികളുടെ അപ്രൂവലൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും കൂടെ അതൊരു കോഴ്സ് എന്ന രൂപത്തിൽ അപ്രൂവലായി ഒരു കോളേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും കൂടെ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടോ? ടെക്നോളജി മാറുകയാണ്. നമുക്ക് മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ അതേ വേഗത്തിൽ, അതേ ഫേസിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മൾ പിന്നോക്കം പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.